എങ്ങനെ ഇത് ചെയ്യണ്ടേ? ഇത് നേരത്തെ ഇപ്പൊ പറഞ്ഞ പോലെ കുലച്ചു കുലച്ചു ഒട്ടൊന്ന് ഇത് എടുത്തിട്ട് ഇതാ ഇതിൽ ഇറക്കി വെക്കാം. ഒരു ഗാഡിയുണ്ട്, ആ ഗാഡിയിലേക്ക് ഇറക്കിയിട്ട് പെട്ടെന്ന് ഇത് അങ്ങനെ ആക്കുക, ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഇത് ഈ കൈ ശരിക്കും അങ്ങോട്ട് ഇങ്ങനെ ബലം കൊടുക്കുക. എന്നിട്ട് ഈ കൈ ഇങ്ങോട്ട് വലിക്കുക. എന്നിട്ട് എന്തിനാണ് നമ്മൾ അവിടെ കാണുന്നത്? നമസ്കാരം, എല്ലാവർക്കും ജിത്തു ജനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ദിവസം വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല്ലോ അല്ലെ? നമ്മൾ വാളമ്പാടി എന്ന് പറയുന്ന ഒരു വനഗ്രാമത്തിൽ വന്നു. അവിടെ നമ്മുടെ പുതുശ്ശേരി ചെട്ടിമാരുടെ വീട്ടിൽ പോയി ആ തറവാടൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി. നല്ല ഗംഭീരമായ തറവാട്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ഒരു 3 കാസ്റ്റിലുള്ള ആളുകളാണ് താമസിക്കുന്നതെന്ന്. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കാണാത്തവർക്കാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ, നിങ്ങളൊന്ന് കണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ആ ചെട്ടിമാരുടെ തറവാട്ടിൽ നേരെ വന്നിരിക്കുന്നത് നമ്മുടെ പഴശ്ശിരാജ, കേരളവർമ്മ പഴശ്ശിരാജയുടെ കുറിച്ചപ്പടകളുടെ വീട്ടിലേക്കാണ്. ഈ സ്ഥലത്തിന്റെ പേര് നടുവൽ മുറ്റെന്നാണ്. ഈ കുറിച്ചന്മാരുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവരൊരു കൂട്ടുകുടുംബമായിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. ഇപ്പോഴും അതേപോലെ തന്നെ അതുകൊണ്ടോ അത് നല്ല രസകരമായിട്ടുള്ള ഒരു കൂട്ടുകുടുംബത്തിന്റെ ഒരു വീടും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ആയുധങ്ങൾ കാണാം, അവരുടെ ആ ഒരു പാരമ്പര്യം, അവരുടെ ചരിത്രങ്ങളൊക്കെ ഇവിടെ ഒരു അച്ഛൻ നമുക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം. എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരാം. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു ഉറവ കണ്ടപ്പോ വണ്ടി ഒന്ന് സൈഡാക്കിയതാ. ഇതുണ്ടോ, നമ്മൾ പോകുന്ന വഴിക്ക് കാടിന്റെ സൈഡിലായിട്ട് ഉറവുണ്ടോ, ചെറിയൊരു കുഴിയാണ്. ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി ഒലിച്ചിങ്ങനെ പോകുന്നു. വണ്ടിക്കാരൊക്കെ ഇടയ്ക്ക് ഇവിടെയുള്ളവരൊക്കെ വന്നിട്ട് ഇവിടുന്ന് വണ്ടി കഴുകുന്നാ പറയുന്നത്. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ഫോറസ്റ്റ് ആണ്. എന്ത് ഭംഗിയാ നോക്ക്. ഇനി ഈ വഴികളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതുണ്ടോ, ഈ ഓഫ് റോഡിലൂടെ ഒക്കെ വേണം നമുക്ക് പോവാൻ. എന്താ റോഡില്ലേ, എന്ത് രസമാണ് നോക്ക്. വളരെ സൈലന്റ് ഏരിയ. ഏത് സമയത്തും ആന വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടുന്ന്. അപ്പം അതൊക്കെ താണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കണ്ടോ, നമ്മൾ ഇതേപോലത്തെ റോഡിലൂടെ പോയിരുന്നു പണ്ട്. നമ്മൾ ചേകാടിയിലേക്ക് പോയിട്ടുണ്ട് ഒരുപാട്. ആ ചേകാടിയിലേക്ക് പോകുന്ന റോഡുകളൊക്കെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇതും അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഉള്ളൊരു ഗ്രാമമാണ്. ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ളൊരു നല്ലൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്ന് കുറിച്ച പടകളെ നമുക്കൊന്ന് കാണണം. പഴശ്ശിയുടെ കൂട്ടുകാരായ അല്ലെങ്കിൽ പഴശ്ശിയുടെ ഒളിപ്പോര് നടത്തിയിരുന്ന ആ കുറിച്ചിയുടെ കുടുംബമൊക്കെ എപ്പോഴും അവിടെ ഉണ്ട്. അവരുടെ ഫാമിലി വലിയൊരു രീതിയിലാണ്. അവരുടെ ഒരു വലിയൊരു കൂട്ടുകുടുംബമാണ് അവിടെ ഉള്ളത്. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം, അവരെ ഒന്ന് കാണാം, അവരെ ഒന്ന് പരിചയപ്പെടാം, അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഉണ്ടോ, നമ്മൾ ഏകദേശം ആ ഒരു ആൾതാമസം ഉള്ള ഏരിയയിലേക്ക് എത്തി. അപ്പൊ നമ്മൾ ആ വാളമ്പാടിയിലെ കുറിച്ച തറവാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുണ്ടോ, ഇതാണ് നടുവൽ മുറ്റം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇന്നൊക്കെ ഒരു കൂട്ടുകുടുംബമായിട്ട് ഇവിടെ ഇതിൽ ഒരുപാട് റൂമുകളുണ്ട്. ഈ റൂമുകളിലൊക്കെ ഓരോ കുടുംബങ്ങളാണ് താമസിക്കുന്നത്. അപ്പൊ ഈ സ്ഥലത്തിന് നടുവൽ മുറ്റം എന്ന് പേര് വരാൻ കാരണം എന്താ വെച്ചാല് ഇതിന്റെ മറുഭാഗത്തും എതിർവശത്തും ഒക്കെ വേറെ വീടുകളുണ്ട്. ഇത് നടുവിലായിട്ടാണ് ഈ ഒരു കുറിച്യന്മാരുടെ ഈ കുടുംബം നിൽക്കുന്നത്. അതുകൊണ്ട് അന്ന് പണ്ടൊക്കെ ഒരു വിളിപ്പേരുണ്ടാവുമല്ലോ, ആ രീതിയിൽ നടുവിലുള്ള വീടിനെ അല്ലെങ്കിൽ ഈ മുറ്റത്തെ ഈ പ്രദേശത്തെ നടുവിൽ മുറ്റം എന്ന് വിശേഷിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ വീട്ടുപേരായി മാറി എന്നുള്ളതാണത്. ആദ്യം ഇത് പുല്ലായിരുന്നു, പുല്ലുവീടായിരുന്നു. എങ്കിലും ഇവരുടെ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇതിനകത്ത്. ഇതുണ്ടോ, ഇവരൊക്കെയാണ് പഴശ്ശിരാജയുടെ ചേർന്ന് നിന്ന് നമ്മുടെ തലക്കൽ ചന്തു ഒക്കെ ആയിട്ട് ഇവരുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. തലക്കൽ ചന്തുവിനെ പോലെ ഒരുപാട് ധീര യോദ്ധാക്കള്, വീരമൃത്യു ചെയ്ത ഒരുപാട് ആളുകൾ ഇവരുടെ കുടുംബത്തിലുണ്ട്. ഈ അച്ഛനാണ് ഇവിടുത്തെ മൂത്ത കാർന്നവര്. അച്ഛാ നമസ്കാരം. നമസ്കാരം. ഇതാണ് നമ്മുടെ തറവാട്. നമുക്കൊന്ന് തറവാടൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടെ. ഒരുപാട് അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. ഇവിടെ ആയുധങ്ങളൊക്കെ നമ്മളെ കാണിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും ഒരു കൂട്ടായ്മയോട് കൂടി ഇന്നിപ്പോ ഒരു വീട്ടില് 2 മക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട് മാറാൻ നോക്കുന്ന ആളുകളാണ്. അപ്പൊ ഇതുണ്ടോ, ഇവരൊരു കൂട്ടുകുടുംബം പോലെ. ഈ വീട്ടിലൊരു കുടുംബം, ഇതിലൊരു കുടുംബമാണ് ഈ ഒരു വീട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വീട്, ഇവിടെ ഒരു മുറി, ഈ മുറിയിലൊരു കുടുംബം. കണ്ടോ, കൂട്ടുകുടുംബം എന്നൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞ് ഇതിലൊരു കുടുംബം. ഇങ്ങനെയാണുള്ളത്. പിന്നെ ഇതിലൊക്കെ കുടുംബങ്ങളാണുള്ളത്. നല്ല രസമാണ്. ഒരു ഇടനാഴി പോലത്തെ ഒരു ഭാഗമൊക്കെ ഉണ്ട്. ഇതിലെയാണ് നമുക്ക് ഭയങ്കര രസമുണ്ടോ. ഒരു മുത്തശ്ശിയൊക്കെ ഉണ്ടോ. അമ്മേ, ചോറുണ്ടോ? എന്താ കറി? അമ്മക്ക് നാണം വരുന്ന കുമ്പളങ്ങ. നല്ല കറിയല്ലേ, നല്ല നാടൻ ഫുഡല്ലേ കുമ്പളങ്ങയൊക്കെ. അന്ന് ഞാനും ചോറുണ്ടല്ലോ. അപ്പൊ അമ്മ നമ്മോട് ചോറിനാ പറഞ്ഞത്, നമുക്ക് ചോറെ കൊണ്ടിട്ട് പോവാം. അപ്പൊ ഇതുണ്ടോ, അത് കഴിഞ്ഞാല് പഴയ സിനിമയൊക്കെ കണ്ടില്ല, അതിനകത്തൊക്കെ ഇതേപോലെ ഒരുപാട് വീടുകൾ നമുക്ക് കാണാം. ഇപ്പൊ 2 ദിവസമായിട്ട് ഇതുപോലെ പഴമയുള്ള വീടുകളാണ് നമുക്ക് കാണുന്നത്. അടുത്ത വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഓരോ റൂമും ഓരോ കുടുംബങ്ങളാണ്.
ഇതാണ് നമ്മൾ നേരത്തെ സ്വാഗതം ചെയ്യുന്ന രാമേട്ടൻ. അച്ഛാ നമസ്കാരം ഒന്നും കൂടി. അപ്പൊ നമുക്കൊന്ന് വിശദമായിട്ട് കാണാം, പറയാം. അപ്പൊ അച്ഛന്റെ ആയുധങ്ങളൊക്കെ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് പഴശ്ശിരാജയുടെ കുറിച്യപ്പടകൾ അന്ന് ഉപയോഗിച്ചിരുന്ന അമ്പും വില്ലും. അതിന്റെ ഇപ്പോഴുള്ള തലമുറകൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇവരുടെ കുലദൈവങ്ങളുണ്ട്, മലദൈവങ്ങളുണ്ട്, കാരണവന്മാർ, പിതൃക്കളുണ്ട്. ഇതിനടുത്തായിട്ട് തന്നെയാണ് പൂജാമുറി. ഇവരുടെ ഉപാസനാമൂർത്തി അതുപോലെ ആയുധങ്ങളും എല്ലാം ഇവര് പൂജിക്കുകയും ശേഖരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയും. പൂജാമുറിയൊക്കെ എന്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, നമുക്ക് പെയിന്റ് ഒക്കെ ചെയ്തിട്ട്. അമ്മ അവിടെ നിന്നോ കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അമ്മേനെയൊക്കെയാണ് കിട്ടേണ്ടത്. ഇതുണ്ടോ മുത്തശ്ശി. അത് കഴിഞ്ഞ് ഇതൊരു വീടാണ്. ഇതാ ഇങ്ങനെ വീടല്ല, ഇവിടെ ഒരുപാട് വീടുകളുണ്ട്. ഓരോ മുറിയും ഓരോ വീടാണ് നമ്മൾ പറഞ്ഞല്ലോ. ഇതുകൊണ്ട് ഇതിന്റെ ഇടയിൽ ഒരു ബെഞ്ച് പോലത്തെ സ്ഥലം കണ്ടോ. ഇവിടുത്തെ കൂട്ടുകുടുംബത്തിൽ കുട്ടികൾക്ക് കളിക്കാനും ഇരിക്കാനും അവർക്ക് സംസാരിക്കാനും ഒക്കെയുള്ള ഏരിയയാണ്. ഓരോ കുടുംബങ്ങൾ അല്ലേ. ഈ കുടുംബത്തില് ചേച്ചിയാണുള്ളത് അല്ലേ. അതുണ്ടോ. അപ്പൊ അവിടെ അച്ഛനും അമ്മ. അപ്പൊ ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞതാണ് കണ്ടോ. ഇതില് ഇപ്പൊ ഒരു കുടുംബമാണല്ലോ. നമുക്ക് ഇവിടെ ഒന്ന് സംസാരിക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഏകദേശം രൂപരേഖ. അപ്പൊ നമുക്ക് ഇനി ബാക്കി വിശദ വിവരത്തിലേക്ക് കിടക്കാം. ഇത് കാടിനുള്ളിലാണ് നിങ്ങൾ ആലോചിക്കണം. കഴിഞ്ഞ ദിവസം നമ്മള് പുതുശ്ശേരി തറവാട്ടിൽ പോയില്ലേ, അതുപോലെ ഇത് നടുവിൽമുറ്റം തറവാട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. കുറിച്യന്മാരുടെ തറവാട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് എന്ത് ഭംഗിയാ നോക്കില്ലേ. ആ പൂജാമുറിയിലേക്ക് മുമ്പിലായിട്ട് നമ്മൾ ആ കണ്ട തറയില്ലേ, ആ തറകളും അതുപോലെ അവരുടെ ആ നടുവിൽ മുറ്റവും നാലുകെട്ട് പോലത്തെ ആ ഒരു കാഴ്ച. നാലുകെട്ടല്ല, പക്ഷെ അതിനോട് സാദൃശ്യം തോന്നുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കുടുംബാംഗങ്ങളെല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. ഒരു നല്ല സുന്ദരി മുത്തശ്ശി, അതുപോലെ നമ്മുടെ ഇവിടുത്തെ കാർന്നവരാണ് രാമേട്ടനല്ലേ പേരല്ലേ. അപ്പൊ രാമേട്ടാ, നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാണ്ട്. നമ്മൾ ഈ ഇവിടെ ഇപ്പൊ ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? നമുക്ക് ഞങ്ങള് കാരണന്മാരുടെ അറിവ് അവരുടെ ഇതൊക്കെ പറഞ്ഞു വരുമ്പോ ഞങ്ങൾ ഒരു 500 വർഷത്തിനോട് മുന്നിൽ താമസം വരുന്നതാണ് അറിയാൻ കഴിയുന്നത്. അത്രയും തലമുറ ഏത് അച്ഛന്റെ ഇങ്ങനെയുള്ള അവരൊക്കെ 100 വയസ്സ് 100 ഇങ്ങനൊക്കെ മരിക്കുമ്പോ നമ്മൾ സുമാർ കണക്കൂട്ടലാണ്. അതായത് കൃത്യമായിട്ടാ ഇതിന്റെ കൃത്യത എങ്ങനെ കണക്കാക്കുന്ന വെച്ചാൽ ഇപ്പൊ ഒരു 3 തലമുറ മാറിയിട്ടുണ്ട്, ജീവിച്ച് മരിച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചിട്ടുണ്ട്. 100ന് മുകളിൽ അന്നത്തെ കാലഘട്ടമാണല്ലോ. അപ്പൊ ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഒരു 500 വർഷം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞൊരു ഏകദേശം ഒരു പഴശ്ശിയുടെ കാലം എന്ന് പറയുന്നത് ഒരു 200 വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലെ. അപ്പോഴാണ് ഒരു നിങ്ങളുടെ തലമുറ പറയുന്നത് ഒരു 300 വർഷത്തിന് ശേഷമായിരിക്കണം തലക്കൽ ചന്തുവിന്റെ ഒരു കാലഘട്ടം വരുന്നത് അല്ലെ. അപ്പൊ നിങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധങ്ങളുള്ള ആളാണ്. അതുപോലെ നിങ്ങളുടെ കുടുംബത്തില് അതുപോലെ പഴശ്ശിയുടെ പടയില് ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോയിട്ടുണ്ട് അല്ലെ. പിന്നെ നമ്മൾ കാരണന്മാര് അവരൊക്കെ ചെയ്ത് ഇന്ന് മുനിയായി നിൽക്കുന്നുണ്ട്. അവരൊക്കെ അങ്ങനെയുള്ള ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അവര് പല രീതിയിലായിട്ട് ഇതായി പനവരത്തൊക്കെ നമ്മൾ ഇന്ന് തലക്കറി ചന്ദന പരിപാടി ആചരിക്കലെല്ലാം ഉണ്ട്. അപ്പൊ അയാളെ വീട് അവിടെ ആയിരുന്നു. അയാൾ അവിടെ ഒളിഞ്ഞിരുന്നിട്ട് പാനിന്റെ മുകളിലൊക്കെ കയറി ഇരുന്നിട്ടാണ് അയാളെ വീടാണ് എന്ന് പറഞ്ഞ് വീട് വളയുമ്പോ ഇയാൾ പാനിന്റെ മുകളിലായിരുന്നു. അങ്ങനെയൊക്കെ അമ്പ് ചെയ്ത് വിളിച്ചിട്ട് അങ്ങനെ ഓടിച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ വയനാട്ടിൽ വരുന്നവരാണെങ്കിൽ മാനന്തവാടിക്ക് അടുത്ത് പനമരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പലരും കേട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ പനമരം എന്നുള്ള പേര് വരാൻ കാരണം എന്നറിയോ? തലക്കൽ ചന്തു പനയുടെ മുകളിൽ കയറും, വലിയ പനയുടെ മുകളിൽ കയറും, എന്നിട്ടാണ് ഒളിപ്പോര് നടത്തുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാരെ തകർക്കുന്നത്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിലുണ്ടാവില്ല, ശരിക്കും പനയുടെ മുകളിലായിരിക്കും. അത്രയും വലിയ പനയുടെ മുകളിലേക്ക് കയറി ഒളിപ്പോര് നടത്തിക്കൊണ്ട് ആ പനമരത്തിന്റെ മുകളിൽ വാസം ഉറപ്പിച്ചതുകൊണ്ട് പനമരം എന്നുള്ള പേരിന് അവർ പിന്നെ അറിയപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ ഇവര് ഈ രാത്രിയിൽ കുടുക്ക് വെക്കും, ഈ കയറ് കെട്ടിയിട്ട് അതിനകത്ത് വില്ല് ഘടിപ്പിക്കൂല. ആ ഘടിപ്പിച്ചിട്ട് കെണി വെക്കും. അങ്ങനെ ബ്രിട്ടീഷുകാർ അതുപോലെ ശത്രുക്കൾ പോയി ആ കെണിയിൽ കുടുങ്ങി വയറിലേക്ക് അമ്പ് കയറി മരിച്ചിട്ടുണ്ട്. ആ സ്ഥലത്താണ് കെണി വെച്ച സ്ഥലമാണ് കണിയാൻ പറ്റ. അങ്ങനെ ഇവരുടെ ഒരുപാട് പാരമ്പര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ എനിക്ക് അച്ഛാ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ വേട്ടയാടുന്നുണ്ടല്ലോ, വേട്ടയാടാൻ പോകുമ്പോ അത് ഏത് സമയത്തായിരുന്നു പണ്ട്? അതൊരു ആചാരം തുലാമാസ 10. അത് ഇന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ആ ഒരു ആചാര ചടങ്ങ് പഴയത് ഇന്നും നിലനിർത്തണമെന്നുള്ളത്. പിന്നെ എന്നിട്ട് നിയമങ്ങൾ അങ്ങനെ പണ്ടത്തെ ആചാരം എങ്ങനെയായിരുന്നു അത് പറഞ്ഞാൽ മതി. പണ്ടത്തെ ആചാരം അതായിരുന്നു. ഈ തുലാപ്പത്ത് എന്ന് പറയുമ്പോ ഇത്രയും ഏരിയയിലുള്ള കുടുംബങ്ങളൊക്കെ വന്നു നമ്മളെ ആയുധം, ഈ ആയുധം ഈ പറഞ്ഞ ഉദർവക്കാര കള്ളന്മാരാ നമ്മളെ രാജ്യത്തിന് ഉപദ്രവിക്കുന്ന അവരൊക്കെ തകർക്കുന്ന ഒരു ആയുധമാണ് ഞങ്ങൾ കാരണന്മാര് ഈ ഉണ്ടാക്കി വെച്ചിരുന്നത്. അപ്പൊ അതിന് ആ കൊല്ലത്തിലൊരു പൂജ നടത്തുന്നുണ്ട്, അതിനോടുള്ള ബഹുമാനം ചെയ്യുന്നുണ്ട്. തെളിക്കുക ശുദ്ധമാക്കി എടുക്കുന്ന ഒരു ദിവസമാണ് ഈ തുലാമാസം 10. ആ 10 പറയുമ്പോ അത് ഇതൊക്കെ ചെയ്തതിന് ശേഷം അന്ന് ഞങ്ങൾക്ക് ഇതിലൊരു മൃഗം
ഇന്ന് പറയുന്നത് ചിലപ്പോ പന്നി, മുള്ളം പന്നി, ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ആ 10 ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. അതാണ് ഞങ്ങൾ ആദ്യം തെളിക്കേണ്ട ഒരു സത്യം, ഒരു വിശ്വാസം ഞങ്ങൾ പറയുന്നത് അതാ. അപ്പൊ അങ്ങനെയുള്ളതാണ് ഇന്നത്തെ തലമുറകളെ ഞങ്ങളെ പഠിപ്പിച്ചതും കൊണ്ടുവരുന്നത്. ഇത് കാടിനോട് ഒരു അനുവാദം ചോദിച്ചിട്ടാണ്. അനുവാദം അത് ഞങ്ങൾ കാടിതൊക്കെ കഴിഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഒന്നിച്ച് കഴിച്ചു പോയതിന് ശേഷം കാട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ആ മൃഗത്തിനോട് പറയാം, ആ കാടിനോട് പറയുന്നുണ്ട്, സമ്മതം ചോദിക്കുന്നുണ്ട് ഞങ്ങള്. അവിടെ ചെന്നിട്ട് അവരെ ജീവൻ രക്ഷിക്കും, നിങ്ങൾ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ നോക്കൂ, ഇന്ന് വച്ചിട്ട് അവരെ ഓടിക്കാണ് ഞങ്ങൾ. അപ്പൊ ഓടുന്ന കൂട്ടത്തില് ഏതെങ്കിലും ഒരു 100 or 10 പോകുമ്പോ അതിന്റെ ഇടയ്ക്ക് ഏതാണ് വിധിക്കപ്പെട്ടത് ഒന്നാണ് ഞങ്ങൾ അമ്പലി പെടുക. അത് കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഇവിടെ വന്നിട്ട് ദൈവത്തിന് അത് ഞങ്ങൾ ഓട്ടിയും കൊടുക്കും, നിങ്ങൾ പറഞ്ഞത് ഞാൻ കിട്ടി. അല്ലാണ്ട് ഒരു കാട് ഫുള്ളായിട്ട് അതിന് കാടിനൊക്കെ നശിപ്പിക്കുക, ഒരു മറമാട്ട് അത് വെട്ടി നശിപ്പിക്കുക, ഇങ്ങനെയുള്ള ഒരു പരിപാടി ഞങ്ങൾ ആചാരത്തിൽ ഞങ്ങൾ കാരണന്മാർ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള രീതികളൊക്കെയാണ് ഞങ്ങൾ പഴയ രീതികൾ, അത് ഇന്നും ഉണ്ട്, ഞങ്ങൾ ഓരോരുത്തർ മനസ്സിലുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാനുള്ള നിയമങ്ങളല്ല അങ്ങനെയുള്ള ഉണ്ടോ. അപ്പൊ അച്ഛൻ പറഞ്ഞ ഏറ്റവും വലിയൊരു പോയിന്റ് കണ്ടോ, കാട്ടിലേക്ക് നായാട്ടിന് ചെല്ലുമ്പോ കാടിനെ ആർട്ട് ബഹളം ഉണ്ടാക്കി കാട്ടിലെ മൃഗങ്ങളെ ഓടിക്കുകയാണ്. എന്നിട്ട് കാടിനോട് പറയാണ്, വിധിക്കപ്പെട്ടത് നമുക്ക്, നിങ്ങൾ രക്ഷപ്പെട്ടോ, അതിൽ വിധിക്കപ്പെട്ടത് ഞങ്ങൾക്ക് തന്നാൽ മതി എന്നുള്ളതാണ്. അങ്ങനെയാണ് കൊണ്ടത്, ഒരു ആചാരത്തിന്റെ ഭാഗം മാത്രമായിട്ട്. അപ്പൊ ആ ഒരു ഏത് വർഷം ഒരു 1000-500 വർഷങ്ങൾക്ക് മുമ്പ് ആലോചിച്ച് നോക്കുക, ഇവിടെ കുറിച്യ പടകൾ ഉണ്ടായിരുന്ന ഒരു ഏരിയയിലാണ് എത്രയോ തലമുറകൾ വളർന്ന, അല്ലെങ്കിൽ പഴശ്ശിരാജയുടെ കൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ പാദസ്പർശം കരസ്പർശമൊക്കെ ഏറ്റ സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ആദ്യകാല വീഡിയോ ചെയ്തിരുന്നു. അന്ന് തലക്കൽ ചന്തുവിന്റെ സ്മാരകം, അതായത് തലക്കൽ ചന്തുവിനെ തൂക്കി കൊന്ന ഒരു മരമുണ്ട്, കോളിമരം, നമ്മുടെ പനമരം സ്കൂളിന്റെ ബാക്കിലായിട്ട്. അതിനെക്കുറിച്ച് നമ്മുടെ ഒരു അടിപൊളി വീഡിയോന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അച്ഛാ, എന്നാലേ നമുക്ക് ആയുധങ്ങളൊന്ന് കാണാം അല്ലെ. അമ്മയുടെ പേരെന്താ ചോദിച്ചില്ലല്ലോ? ശാരദ. നല്ല പേരാണല്ലോ. എന്താ കുമ്പളങ്ങി കറിയാണോ? ചോറും കുമ്പളങ്ങ. അത് ശരി. അപ്പൊ എന്തായാലും നമുക്ക് ചോറ് കൊണ്ടിട്ട് പോകാം. അപ്പൊ നമ്മുടെ അച്ഛൻ രാമേട്ടൻ ഇത് വില്ല് കുലയ്ക്കുന്ന കാഴ്ച ഒന്ന് കാണിച്ചു തരികയാണ്. ഇതാണ് ശരിക്കും വില്ല് ഇല്ല അച്ഛാ? അപ്പൊ ഇത് ഇപ്പൊ സാധാരണ നമ്മളിത് എങ്ങനെയാ സൂക്ഷിച്ചു വെക്കുന്നത്? അട്ടത്ത് അങ്ങനെ അല്ലെങ്കിൽ ഇത് കുത്തിപ്പോവും. ഇത് മുളയാണല്ലോ. മുളയാണ്. അപ്പൊ അത് വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ അത് പോയി പോകും. അപ്പൊ അതിങ്ങനെ വളരെ പുകയത്ത് സൂക്ഷിക്കണം. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും എണ്ണ എന്തെങ്കിലും അതൊക്കെ എന്താക്കും വെച്ചാൽ അങ്ങനെ ഇത് അടിയിൽ കൊല്ലത്തില്ല. ഇതിനിതാ തുലാമാസം വരുമ്പോഴൊക്കെ വെളുപ്പിക്കുവാണ്, ഉടച്ച് ക്ലിയറായിട്ട് വെളുപ്പിച്ചിട്ട് അന്ന് പൂജയും പരിപാടിയൊക്കെ നടത്തിയിട്ടാണ് ഈ പറയുന്ന പരിപാടിയൊക്കെ ചെയ്യാം. അപ്പൊ ഇതിങ്ങനെയാണ് ഉള്ളത്, ഇങ്ങനെ ചുറ്റിട്ടാ വെക്കുക. അപ്പൊ എന്തെങ്കിലും ഒച്ച കേട്ടു വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇതാക്കിയിട്ട് ഇതെങ്ങനെ ചെയ്യാം. ഇങ്ങനെ ആക്കിയിട്ട് പെട്ടെന്ന് ഇതങ്ങോട്ട് വെക്കും, അമ്പും കൊണ്ട് മോനെ ഇതങ്ങോട്ട് ആക്കി. അപ്പൊ എന്താ ഒച്ച കേട്ടിതാ, അമ്പ് നമ്മളെ കയ്യിലായിരിക്കും. ഇത് അമ്പാണ്. പെട്ടെന്ന് ഇത് എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇതാ. അപ്പൊ എന്താണ് പ്രശ്നം, ഇതങ്ങനെ പിടിച്ചു. അപ്പൊ ഇതിന് കൊണ്ടാണ് നമ്മൾ എന്ത് ഉതിർവുണ്ടെങ്കിലും അങ്ങനെ പെട്ടെന്ന് ഇതാ എന്ത് സാധനമായാലും ഉതിർവ് നമ്മൾ എന്ത് ചെയ്യും അതിന് വേണ്ടിയുള്ള ആയുധമാണ് ഇത് പലയാൻ ഉപയോഗമുള്ളതാ. അപ്പൊ ഇത് അങ്ങനെ എന്ത് ചെയ്യും പറ്റും, ഇതൊക്കെ ദൈവമായിട്ടുള്ള പരിപാടിയാ. അത് മാത്രമല്ല നമ്മുടെ ചരിത്ര പുരുഷൻ പഴശ്ശിരാജയുടെ ഇതിനെ കൊണ്ട് കാലഘട്ടങ്ങളിൽ ഈ പറഞ്ഞ 5 തലമുറക്ക് ശേഷം അന്ന് ഉപയോഗിച്ച സാധനമാണ് ഇന്ന് നമ്മള് കയ്യില്. ഇത് പാരമ്പര്യമായിട്ട് വന്ന സാധനം. തന്നെ ഇത് ഓരോന്നാ അല്ല ഇതുപോലെ ഇതിപ്പോ കുറെ അങ്ങനെ പോകുമ്പോ ഇതിപ്പെട്ട് പോവില്ല. അപ്പൊ ഇതുപോലെ ആണ് എന്നാണ് പറയുന്നത്. ഇതിനെ കൊണ്ടാണ്. അപ്പൊ ഇതാ ഈ വീട്ടിൽ കത്തിയമ്പ് ഇതാ ഈ വീട്ടിലൊക്കെ ഇവിടെ നെല്ലിക്ക്. അപ്പൊ ഈ നെല്ല് കക്കാൻ വരുമ്പോ ഈ പുലാന്റെ മുകളില് നമ്മളെ അച്ഛന്റെ ഇവരൊക്കെ കേറി ഇരുന്നിട്ട് ഇതുകൊണ്ടൊക്കെ കള്ളൻ ഓടിച്ച് അതാണ് കേട്ടോ. അച്ഛൻ പറഞ്ഞെന്താ അറിയാം, അങ്ങനെ ഇവിടെ കൃഷി ചെയ്തിട്ട് നെല്ല് കളത്തിലിങ്ങനെ ഇടുന്ന സമയത്ത് രാത്രി കള്ളൻ മോഷ്ടിക്കാൻ വരും. അപ്പൊ തെങ്ങിന്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് ഈ സാധനം കൊണ്ട് അടിച്ച് തൂഫാനാക്കി പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതുണ്ട്, പല രീതിയിലുള്ള അമ്പുണ്ട്. ഇത് ഇത് സാധനം എന്ന് പറഞ്ഞാല് ഇതിപ്പോ ഞങ്ങൾ പനവർ അതിലൊക്കെ പോകുമ്പോ ഇവർ അന്നൊക്കെ ഈ അറവുകളുണ്ടല്ലോ. അപ്പൊ അന്നേരം മൂരികളുടെ കൊമ്പാണ്, മൂരിന്റെ കൊമ്പാണ് കേട്ടോ. അപ്പൊ അത് ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് വന്നിട്ട് അത് കത്തിയോണ്ട് ശരിയാക്കി എടുത്തിട്ടാണ്. അപ്പൊ അത് കത്തിയാകുമ്പോ അത് നമ്മളെ തലമുറകളൊക്കെ ഉണ്ടാക്കി ഇന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സ്വന്തമായിട്ടാ. പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് മുളന്റെ ഇതാണ്. ഇത് മുളന്റെ
മുളന്റെ സാധനം കൊണ്ട് ഉണ്ടാക്കിയത് ഇത്. ഇത് അടിച്ചാൽ വീഴൂല, പിന്നെ തുളഞ്ഞു കയറില്ല, വീഴും. വീഴും. ചതവ് ചെറിയ ജീവിനെയൊക്കെ അടിക്കാനാണ്. അതെ അതെ, ഒരു മുയല് അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനൊക്കെ അതെ. പല രീതിയിലുള്ള അന്നൊക്കെ നമ്മൾ ഇത് തന്നെ ആയിരുന്നു നമ്മൾ പലയനെ നേരിടുന്ന ആയുധം ഇതായിരുന്നു. അതെ. അപ്പൊ ഇത് മുളയാണത്. ഇത് ഓടാന്ന് പറയും, ഈറ്റയിൽ ഓട. അതിന്റെ ചെറിയ സാധനങ്ങളാണിത്. ഇതൊക്കെ നമ്മളെ ഇന്നത്തെ തലമുറകൾ ഉണ്ടാക്കി വരികയാണ്. ഇത് കോഴിന്റെ ഇതാണ് ബാലൻസ് ചെയ്യുന്നത്. അതെ. ഇതില്ലെങ്കിൽ ഇത് ഒന്നും കിട്ടൂല കൃത്യമായിട്ട്. അങ്ങനെ പറയണം. അതെ അതെ. തൂവല് കോഴി, പരുന്ത്, പൂമൻ, ഇങ്ങനെയുള്ള സാധനത്തിന് അതാണ് അത് കിട്ടുക. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്കുള്ളത്. അതന്നെ അതന്നെ. അടിപൊളി സംഭവങ്ങൾ. പിന്നെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ കുറെ ഉണ്ട് നമ്മളെ പഴയ ചരിത്രമായിട്ടൊക്കെ വേണ്ട. അതെ അതെ അതെ. ഞാൻ പിടിക്കുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ ആരെങ്കിലൊക്കെ പെരുമാറി അങ്ങനെ ഇങ്ങനെ ആവുന്നേ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മോശം. അതാണ് കൊല്ലത്തിലൊരു പൂജയില്ലാത്ത കിളിരൊക്കെയാണ് അത് ആക്കിയിരിക്കണം അന്ന്. കണ്ടോ? അതന്നെ. ഈ ചരട് എന്തിന്റെ ചരട്? അതൊരു കാട്ടിലൊരു ചെടിയുണ്ട്, മണിൽ എന്ന് പറയും. മണിൽ അതിന്റെ നാരാണത്. അതാണ് അതാണ്. ഇതിപ്പോ കൊറേയായി. അതല്ല ഇത്രയും പോയ ഇതാണ്ട്. ഇത് പോയ ഇതായി 3-4 വർഷമൊക്കെ അങ്ങനെ കൊണ്ടുപോകാം. പിന്നെ നല്ല മൂപ്പുള്ള സാധനമായിരിക്കും ഇത്. ഇത് നമ്മൾ എങ്ങനെ ഇത് ഒരു പരിശീലനം കൊടുക്കണ്ടോ? വേണ്ട. അതെന്താ അറിയോ, അത് സ്വാഭാവികമായിട്ട് നമ്മളെ മറ്റൊരു മലയറ്, കൊല്ലന്മാര് എന്നൊക്കെ പറയുന്നുണ്ട്. അവര് സ്വന്തമായിട്ട് ആ കുടുംബത്തിനെ പഠിപ്പിക്കേണ്ട. അത് വളരും വരുന്നവർ അത് പഠിച്ചു പോവുകയാണ്. അല്ലാണ്ട് നമ്മൾ അവരുണ്ടാക്കി കൊടുക്കും. ഞങ്ങള് ഇത്രയുള്ള ആൾക്ക് അവർ കൊടുക്കും. അത് പിന്നെ അവർ സ്വന്തം അങ്ങനെ പോവുകയാണ്. അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി നമ്മൾ പഠിപ്പിക്കണ്ട. അത് പാരമ്പര്യമായിട്ട് നമ്മളൊക്കെ അങ്ങനെ അത് ഇനിയും വരും. അതാണ് അതിന്റെ കണ്ടീഷൻ. ഇതൊക്കെ തേച്ച് മിനിക്കുന്ന ഇതൊക്കെ അന്നേക്ക് വെളുപ്പിച്ച് ഇതൊന്നും നമ്മള് അല്ലാത്തതൊന്നും ഇങ്ങനെ എടുക്കലില്ല. ഇതൊക്കെ കൃത്യമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ശരിക്കും കറിക്കുള്ള അയ്യോ ഇത് മൂർച്ചാണ്. ഞങ്ങൾക്ക് കാട്ടുന്ന് അത് തന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലൊക്കെ പന്നി അതിലൊക്കെ കിട്ടിയാലുണ്ടാല് ഇതുകൊണ്ട് തന്നെയാണ് പരമാവധി ഒക്കെ ചെയ്യാം. ഒരു പീച്ചാൻ കത്തിയുണ്ട്, അത് എല്ലാവർക്കും ഇല്ലെങ്കിൽ ഇതുകൊണ്ടാണ് മുറിച്ച് കഷ്ണങ്ങളാക്കുന്നത്. അങ്ങനെയുള്ള അല്ല. പിന്നെ ഒരു വള്ളി എന്തെങ്കിലും കുടുങ്ങിപ്പോയാൽ അതൊക്കെ മുറിക്കുന്ന ഈ സാധനം കൊണ്ടാണ്. അല്ലാണ്ട് അങ്ങനെയാണ് അതിന്റെ കടുപ്പ്. അങ്ങനെ വേണം. ഇത് വളരെ എത്ര ക്ലിയർ അത്രയും ആകല. ഇതാ ഈ അക്കരെ കുന്നിൽ എത്രയോ മീറ്ററുകൾ പോകുന്ന സാധനമാണിത്. അത്രയും മീറ്റർ അകലം പോവും. അതാണ് കൃത്യസ്ഥാനത്ത്. ഇത് അമ്പ് വെക്കാനുള്ള ഒരു ആവനാഴി എന്ന് പറയുന്ന സംഭവം അതൊക്കെ അവിടെയാണല്ലോ സൂക്ഷിച്ച് വെക്കുക. ആവനാഴി ഉണ്ട് അല്ലേ? അത് മുള കൊണ്ട് തന്നെ. അത് മുള തന്നെ. അതന്നെ. ഇനി ഒരു അവസരത്തിൽ നമുക്ക് ആവനാഴി കാണാല്ലേ? കാണാം. കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പൊ എന്തായാലും അച്ഛാ ഒരുപാട് സന്തോഷം. ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നതിൽ ഒരുപാട് സന്തോഷം. ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് ഇവിടെ വന്ന് പരിചയപ്പെട്ടാണ്. എനിക്ക് വില്ല് കണ്ടിട്ടേ ഭയങ്കര ഇഷ്ടം. എനിക്ക് നിലത്ത് വെക്കാൻ തോന്നുന്നില്ല. അച്ഛാ എങ്ങനെ ഇത് ചെയ്യണ്ടേ? ഇത് നേരത്തെ ഇപ്പൊ പറഞ്ഞ പോലെ കുലച്ചു. കുലച്ചു. ഒട്ടൊന്ന് ഇത് എടുത്തിട്ട് ഇതാ ഇതിൽ ഇറക്കി വെക്കാം. ഒരു ഗാഡിയുണ്ട്, ആ ഗാഡിയിലേക്ക് ഇറക്കിയിട്ട് പെട്ടെന്ന് ഇത് അങ്ങനെ ആക്കുക. ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇത് ഈ കൈ ശരിക്കും അങ്ങോട്ട് ഇങ്ങനെ ബലം കൊടുക്കുക. എന്നിട്ട് ഈ കൈ ഇങ്ങോട്ട് വലിക്കുക. എന്നിട്ട് എന്തിനാണ് നമ്മൾ അവിടെ കാണുന്നത് അതിന് ലക്ഷ്യപ്പെട്ടിട്ട് എത്രത്തോളം ഇതാ വലിക്കല്, എത്രത്തോളം അവിടം വരെ പോണോന്നാണ് വലി. അതിനനുസരിച്ച് ഫോഴ്സ് ഉണ്ടാവും. അതെ. അപ്പൊ ഇത്രയും വലിച്ചിട്ട് അവിടെ ഇതാണ്. അതാണ്. അപ്പൊ എത്രയും വരുന്നു അത്രയും ദൂരം പോകുന്നതാണ്. അപ്പൊ ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ. മുട്ടയമ്പ് ഏതാണെന്ന് വെച്ചാൽ നമ്മള് കത്തിയമ്പില് കളിക്കുന്നില്ല. കാരണം ഇങ്ങനെയല്ല ഇതിലേക്ക് ഇറക്കാം. ഇങ്ങനെയല്ല പിടിക്കണം. അങ്ങനെ പിടിക്കണം. എന്നിട്ട് വലിച്ചിട്ട് എത്രമാത്രം വലിക്കാൻ പറ്റുന്നു അതെ അത് അവിടെ നിന്നോളൂ. അതെ ഇങ്ങനെ നിന്നോളൂ അല്ലേ? കൈ കൊണ്ട് പിടിക്കണമെന്നില്ല. റെഡി അല്ലേ? അതെ അങ്ങനെ. അപ്പൊ അങ്ങനെയാണ് അമ്പ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമ്മള് ശിഷ്യത്വം സ്വീകരിച്ചു. അപ്പൊ ഒരുപാട് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കാനും, ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. ഇനിയും പുതുമയുള്ള പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ അച്ഛൻ ഒന്ന് നോക്കുക. ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.